അതുപോലെ കേരളത്തിലെ എല്ലാ റോഡുകളും ഏതെങ്കിലും പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ ഒക്കെ അധികാര പരിധിയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ റോഡ് അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം, അതുപോലെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയ വണ്ടി ഇടിക്കാതിരിക്കാനുള്ള സുരക്ഷിതത്വം, അതുപോലെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ പെഡസ്ട്രിയൻ പാത്തിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേനും ഏതെങ്കിലും ഓട ഇളകി മാറി അതിൽ കൂടെ കാല് പോയിട്ട് അല്ലെ ഓടയിൽ വീണിട്ട് മരിക്കാതിരിക്കാനുള്ള അവസ്ഥ. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്നു, അധികമായില്ല, ഒരു സ്കൂട്ടറുകാരൻ പോകുമ്പോഴത്തേനും ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോഴത്തേനും സൈഡിലുള്ള ഓടയിലേക്ക് ആ സ്കൂട്ടറുകാരൻ മറിഞ്ഞു വീണ്. കാരണം ഓടയ്ക്ക് ഒരു കവറില്ല. അപ്പോൾ അങ്ങനത്തെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് മനുഷ്യരുടെ ആക്രമണങ്ങൾ മാത്രമല്ല, റോഡുകൾ സഞ്ചരിക്കുമ്പോൾ, റോഡിൻ്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, സൈക്കിളിൽ പോകുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ ഒക്കെയുള്ള സുരക്ഷിതത്വം പ്രധാനമാണ്. വന്യമൃഗങ്ങളിൽ നിന്നുള്ള സിറ്റിയിലൊക്കെ തന്നെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഭിത്തി ഇടിഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഉണ്ടായി. അതുപോലെ ഒരു സ്കൂളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഒരു വൈദ്യുതി കമ്പിയെ തട്ടിയിട്ട് അല്ലെങ്കിൽ തൊട്ടിട്ട് കുട്ടികൾ മരിക്കുന്ന ഒരവസ്ഥ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ സുരക്ഷിതത്വ സംസ്കാരം BJP മുന്നോട്ട് വെക്കുന്ന ഒരു പരിഗണന തന്നെയാണ്.